അയ്യപ്പൻ വിളക്കിൻ്റെ അന്ന് രാവിലെ ഞാനും ബേബിയും വേദിട്ടനും കൂടി ഏട്ടൻ്റെ കൂടെ ബൈക്കിൽ പോയി കേട്ടോ, അമ്പലത്തിൽ പോയി തൊഴാൻ. അപ്പോൾ അതാ കച്ചവടക്കാരൊക്കെ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ വന്നില്ല കേട്ടോ, അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു. തലേ ദിവസം തന്നെ കുറേ നേരം ഇരുന്നിട്ടേ നവാഹയജ്ഞത്തിൻ്റെ സമാപന ദിവസമായിരുന്നല്ലോ, അപ്പോൾ കുറേ ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോയി തൊഴുതു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോന്നു കേട്ടോ, കാരണം ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല. ഇഡ്ഡലി നല്ല സാമ്പാറൊക്കെ ആയിരുന്നു പറഞ്ഞു കേട്ടോ, പക്ഷേ നിന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ അയ്യപ്പൻ വിളക്കിൻ്റെ ഓരോന്നും ഇങ്ങനെ തുടങ്ങുന്നുണ്ട് കേട്ടോ, അതൊക്കെ റെഡിയാക്കി വരുന്നുണ്ട്. പിന്നെ ഒരു 10:11 മണിയാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വീണ്ടും അമ്പലത്തേക്ക് പോയിട്ട് അവിടെ തന്നെയായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ അയ്യപ്പൻ വിളക്ക് പ്രമാണിച്ചിട്ട് അയ്യപ്പനെ കുടിയിരിക്കലൊക്കെ ആണല്ലോ, അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കൊട്ടും ഉടുക്കുപാട്ടും ഒക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ കുറച്ച് നേരം കണ്ടു ഞങ്ങൾ. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പോകുന്ന വഴിക്ക് എടുത്തൊരു വീഡിയോ ആണിത്. ഇത് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ കുപ്പിവളയും കാര്യങ്ങളൊക്കെ അവിടെ കച്ചവടക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുപ്പിവളയുടെ കാര്യമൊക്കെ ഞാൻ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തൊഴാൻ പറഞ്ഞു. അതിന് മുന്നേ കുറേ വീഡിയോ ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ ലോങ്ങിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി. അന്നത്തെ വിഭവങ്ങൾ, അയ്യപ്പൻ വിളക്കിൻ്റെ അന്നത്തെ വിഭവങ്ങൾ എന്താണെന്ന് നോക്കട്ടെ. ഉച്ചയ്ക്ക് നല്ല അടിപൊളി നെല്ലിക്കച്ചാറ്, പിന്നെ അതുപോലെ മത്തങ്ങയും പയറും മോലൻ, കായും പയറും ഉപ്പേരി, പിന്നെ പപ്പടം പ്രാവശ്യം ചെറുതായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചോറും സാമ്പാർ എന്നത്തെയും പോലെ അയ്യപ്പൻ വിളക്കിൻ്റെ അന്ന് അത്ര നന്നായില്ല കേട്ടോ, പക്ഷേ അന്നത്തെയും സാമ്പാർ അതുവരെയുള്ള സാമ്പാർ അടിപൊളിയായിരുന്നേ. അടിപൊളി സദ്യ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ വേദുട്ടിന് കളിപ്പാട്ടം വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വാങ്ങിക്കൊടുത്തു. ബേബിക്ക് എന്തോ ക്ലേ എന്തോ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിക്കൊടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അയ്യപ്പൻ വിളക്ക് പുറപ്പെടുന്ന ആ ടൈം ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നിട്ടുള്ളത് അതാണത്. അവർ ആ 3 മണിക്ക് താലെടുക്കണവരൊക്കെ അങ്ങോട്ട് പോകുമല്ലോ, അപ്പോൾ ആ ടൈമിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. ഞങ്ങളിതാ ഒരു 5:30-6 മണി ആയപ്പോൾ റെഡി ആയിട്ട് അമ്പലത്തേക്ക് പോകട്ടോ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ എൻ്റെ സെറ്റുമുണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളി സെറ്റുമുണ്ടാണ്, ഞാൻ ഇൻസ്റ്റയിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാവരോടും ഞാൻ ഹായ് പറയാനൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഹായ് ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ അതാ അമ്പലത്തിലെത്തി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു. ആലിൻ്റെ അവിടെ പോയിരുന്നു. അപ്പോൾ 8 മണിക്ക് ആകുമ്പോഴാണ് അയ്യപ്പൻ വിളക്ക് അമ്പലത്തേക്ക് എത്തുന്നത്. നമ്മുടെ പാലക്കൊമ്പും എല്ലാം കേട്ടോ, കാരണം കുറേ ലേറ്റായിട്ടാണ് എത്തുണ്ടായിരുന്നത്. ഇരുന്നിട്ട് വേദിട്ടനൊക്കെ ഉറങ്ങിപ്പോയി അയ്യപ്പൻ വിളക്ക് ഇവിടെ പാട്ടി എത്തുമ്പോഴേക്കും. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് അവരെത്തിയ ശേഷമാണ് കേട്ടോ അവൻ എഴുന്നേറ്റത്. അപ്പോൾ അവരെത്തുന്ന ടൈമിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് അയ്യപ്പൻ വിളക്ക് എന്ന് കേൾക്കുമ്പോൾ ആ വെളിച്ചപ്പാടിൻ്റെ ചാട്ടായിരിക്കും എല്ലാവർക്കും മനസ്സിൽ വരുന്നുണ്ടാവുക അല്ലേ. അടിപൊളിയാവും കേട്ടോ അവരുടെ ആ ചാട്ടം എന്ന് പറയണത്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അതുപോലെ തന്നെ അവരുടെ കൂടെ നിൽക്കുന്നത് തന്നെ ആ പാട്ട് പാടണോരോ അല്ലേ. അതിന് എന്താ പറയാമെന്നൊക്കെ അറിയില്ല കേട്ടോ. അപ്പോൾ ആ ഉടുക്ക് പോലത്തെ ആ സാധനം കിട്ടിയിട്ടുള്ള പാട്ടില്ല തന്നെ അത് അടിപൊളിയാണ്. രണ്ടും നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും അയ്യപ്പൻ വിളക്കിൻ്റെ സമയത്ത് അതാണ് കാണാൻ കൂടുതൽ ഇഷ്ടം കേട്ടോ. പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഉണ്ടായിരുന്നു, വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു അമ്പലത്തിലുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അത് കഴിച്ചു. അത് അവസാനം വെടിക്കെട്ടും പൊട്ടി സമാപനമായി ഗൈസ്.